ഹായ് ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ ഇറ്റ്സ് മൈ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരുപാട് കൂട്ടുകാർ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായി. നമ്മുടെ അമ്മൂസിൻ്റെയും കുട്ടികളുടെയൊക്കെ വീഡിയോ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായി. എനിക്ക് തോന്നുന്നു ഒരു 2 ആഴ്ച അടുത്തായിട്ടുണ്ട്, 10 ദിവസത്തിന് മേളിൽ എന്തായാലും ആയിട്ടുണ്ട്. നമ്മൾ ആ ഒരു റിയൽ ലൈഫ് സ്റ്റണ്ട് റേസിന് മുൻപായിരുന്നു പോസ്റ്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് അമ്മൂസിന് കുട്ടികളുണ്ടായിരുന്നു, മൊത്തം 5 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അതിൽ ഒരു കുഞ്ഞിനെ കൊടുത്തായിരുന്നു, പിന്നെ ബാലൻസ് 4 കുട്ടികളായിരുന്നു നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ 2 കൊടുക്കാനുണ്ടായി. അപ്പോൾ അതൊക്കെ പറഞ്ഞായിരുന്നു നമ്മൾ അന്ന് ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ എന്തായാലും 2 കുട്ടികളെയും കൊണ്ടുപോയിട്ടുണ്ട്. തൃശ്ശൂരുള്ളൊരു ടീംസാണ് കൊണ്ടുപോയത്. 2 ഫീമെയിൽ പപ്പീസായിരുന്നു കൊടുക്കാനുള്ള, ഷിറ്റ്സു പപ്പീസാണ് നമ്മുടെ. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ചെറിയ നോയ്സ് ഉണ്ട്, വേറെ ഒന്നുമല്ല, എൻ്റെ വീടിൻ്റെ അപ്പുറം പുതിയതായിട്ടൊരു വീട് വരുന്നുണ്ട്. അപ്പോൾ അവിടെ പണിയണതിൻ്റെ വോയിസും കാര്യങ്ങളൊക്കെയാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ മലയാളം ടെക്കീസിൽ ഇപ്പോൾ രാവിലെ ഒന്നും എനിക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാനും പറ്റാത്ത അവസ്ഥയാണ്. കാരണം തൊട്ടപ്പുറം തന്നെ പണിയൊക്കെ കാരണം ഭയങ്കര ഒച്ചയൊക്കെ. അതെ അവിടെ കണ്ടോ, അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. എൻ്റെ കാറ് കിടക്കണതിൻ്റെ, എൻ്റെ കാറെന്ന് പറഞ്ഞാൽ മാരുതി കേട്ടോ, അതിൻ്റെ അപ്പുറമാണ് ഓക്കെ പണി. അപ്പോൾ അതിൻ്റെ ഒച്ചയും ബഹളമൊക്കെ കാരണമാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ പഴയ പോലെ ഒരു ഫ്ലോയിൽ വീഡിയോ ചെയ്യാൻ പറ്റാത്തത്. കാരണം ഭയങ്കര നോയ്സ് ഡിസ്റ്റർബൻസാണ്. റെക്കോർഡ് ചെയ്യുമ്പോഴാണെങ്കിലും എഡിറ്റ് ചെയ്യുമ്പോൾ അത് ശരിയാക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ആ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് നമ്മളിത്തിരി വൈകണത് വീഡിയോ ഒക്കെ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു നിർത്തി എവിടെയാണ് നമ്മളപ്പോൾ അവിടെ 2 പപ്പീസിനെ കൊണ്ടുപോയി. ബാലൻസ് നമ്മുടെ 2 പപ്പീസ് ഉണ്ട്, നമ്മുടെ കിച്ചും കിങ്ങിണിയും. അപ്പോൾ അവർ 2 പേരെയും നമ്മൾ അന്നത്തെ ആ ഒരു വീഡിയോയിൽ തന്നെ നിങ്ങളെല്ലാവരും കാണിച്ചിട്ടുണ്ടായി. ഓക്കെ, അന്ന് പിന്നെ നമുക്ക് കൂടൊന്നും ഉണ്ടായിരുന്നില്ല, നമ്മളകത്ത് തന്നെയാണ് 2 പേരെയും ഇട്ടുകൊണ്ടിരുന്നതൊക്കെ. അപ്പോൾ നമ്മളെന്തായാലും ഒരു കൂട് പണിതിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ജസ്റ്റ് നമ്മുടെ അമ്മൂസും കുഞ്ഞാവകളൊക്കെ എന്ത് പറയുന്നു എന്നൊക്കെ ഉള്ളത് ഒരു വിശേഷം നോക്കിയുള്ള ഒരു വീഡിയോ മാത്രമാണ്. കാരണം കുറേ പേര് ആ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ബ്രോ പപ്പീസിൻ്റെ അല്ലെങ്കിൽ ഈ പട്ടിക്കുഞ്ഞുങ്ങളുടെ വീഡിയോസ് ഇനിയും വേണമെന്നും പറഞ്ഞ് കുറേ പേര് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ബ്രോ പപ്പീസ് എന്ത് പറയണു സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ്. സത്യം പറഞ്ഞാൽ നമ്മൾ പണ്ട് ആ ഒരു മീശേനെയൊക്കെ കാണിച്ചപ്പോൾ എല്ലാവർക്കും മീശേനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. നമുക്ക് ചിക്കു എന്ന് പറയുന്ന ഒരു പൂച്ചയൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ കുറച്ച് പേരെങ്കിലുമൊക്കെ നമ്മുടെ ആ പഴയ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടോ. അപ്പോൾ അവരൊക്കെ ചോദിച്ചു, ബ്രോ കിങ്ങിണി എന്ത് പറയണു, കിച്ചു എന്ത് പറയണു എന്നൊക്കെ ചോദിച്ചു, നമ്മുടെ പപ്പീസ് എന്ത് പറയണമെന്ന് ചോദിച്ചു കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായി. കുറേ പേര് അമ്മൂസ് സുഖമായിട്ടിരിക്കുന്നു, അമ്മ സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ടായി. അപ്പോൾ എന്തായാലും എനിക്ക് ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. പിന്നെ കുറേ നാളെ ഒരാഴ്ച അടുത്തായിട്ടുണ്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ എന്തായാലും എനിക്ക് വീഡിയോ ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ നമ്മളിന്ന് വന്നാണ്. നമ്മുടെ പപ്പീസിന് നമ്മളൊരു കൂട് പണിതിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു വലിയ കൂടാണ്, ഫുൾ പണിത് കൊണ്ടുവന്ന് വച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൽ കുറച്ച് ഇനി ആ ഷീറ്റ് ഇടാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇന്ന് വീഡിയോയിൽ നമുക്ക് നമ്മുടെ അമ്മൂസിൻ്റെയും കുഞ്ഞുങ്ങളുടെയൊക്കെ സുഖവിവരങ്ങൾ തിരക്കാമെന്ന് വിചാരിച്ചാണ് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. എല്ലാവർക്കും നമ്മുടെ ഇറ്റ്സ് മൈ സ്റ്റോറീസിൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇനി നമ്മൾ കുറേ പപ്പീസിൻ്റെ വീഡിയോസൊക്കെ കൊണ്ടുവരും. പുറത്തൊക്കെ നല്ല ഡിസ്റ്റർബൻസ് ആട്ടോ, നല്ല ഡിസ്റ്റർബൻസാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ സ്കൂൾ ടൈമല്ല, അപ്പോൾ സ്കൂൾ ടൈമിൻ്റെ വണ്ടികളും കാര്യങ്ങളൊക്കെ പോകണമായിരുന്നു. അപ്പോൾ നോയ്സ് കയറി വന്ന കാരണം ഞാൻ ഇടയ്ക്ക് വെച്ചൊന്ന് കട്ട് ചെയ്തത്. കാരണം മുൻവശത്താണ്, റോഡാണ്, അപ്പോൾ ഭയങ്കര ഒച്ചയും ഡിസ്റ്റർബൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മുടെ കിങ്ങിണിയും കിച്ചും എന്ത് പറയുന്നു എന്ന് നമുക്ക് അറിയണ്ടേ. പിന്നെ ഞാൻ എന്തായാലും ഇത് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ കൂട് വെച്ചു എന്ന് പറയില്ല, ഞാൻ കൂട് കാണിച്ചു തരാം. അതെ, ഇതാണ് ഗൈസ് നമ്മുടെ കൂട്. അത്യാവശ്യം നല്ലൊരു വലിയ കൂടാണ് നമ്മൾ പണ്ടിട്ടുള്ള. കാരണം നമ്മൾ ആദ്യം ഇട്ടുകൊണ്ടിരുന്ന കൂട് ഇത് ഇവിടെ തന്നെ ഉണ്ട്. ഇത് ഇവിടെ നിന്ന് മാറ്റിയിട്ട് ആ ഒരു കൂടി ഇങ്ങോട്ട് വെക്കണം എന്നാണ് പ്ലാൻ ഇട്ടിരിക്കണേ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കാര്യം വീതി ഉണ്ട്, അല്ല നീളമുണ്ട്, പക്ഷെ വീതി കുറവാണ്. പിന്നെ ഇവരെല്ലാവരും കൂടി ഒറ്റ കൂട്ടിലും കൊണ്ടൊന്നും ഇടാൻ പറ്റില്ല. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇട്ട് വെച്ചേക്കണം എങ്ങനെയാണെന്ന് വെച്ചാൽ കിങ്ങിണീനെയും കിച്ചുവിനെയും കുറച്ച് നാളത്തേക്ക് ഒന്നിച്ചാണ് ഇട്ടേക്കണേ, അമ്മൂനെ തൊട്ടപ്പുറം തന്നെ. അപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചേക്കണം എന്താണെന്ന് വെച്ചാൽ അമ്മൂസിനെ ആ കൂട്ടിലേക്ക് മാറ്റും, എന്നിട്ട് ഒന്നെങ്കിൽ അമ്മൂസിനെ ആ കൂട്ടിലേക്ക് മാറ്റും, എന്നിട്ട് കിച്ചുവിനെയും കിങ്ങിണീനെയും സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ അതിനായിട്ടാണിത് കൂട് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇവിടെ അകത്താണെങ്കിലും ഒരു ബോർഡർ ഉണ്ട്. ഇപ്പോൾ അമ്മൂൻ കിങ്ങിണിയും കിച്ചും 2 സെപ്പറേറ്റ് ആയിട്ടാണ്, നടുക്കൊരു ബോർഡർ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ കിങ്ങിണി ഫീമെയിലാണ്, കിച്ചു മെയിലാണ്. അപ്പോൾ ഇപ്പോൾ കുഴപ്പമില്ല, പക്ഷെ കുറച്ച് വലുതായി കഴിയുമ്പോൾ ഇവർ 2 പേരും എന്തായാലും ഒന്നിച്ച് നമുക്ക് ഇടാനായിട്ട് പറ്റില്ല. അപ്പോൾ ആ ടൈമിൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തായിരിക്കും ഇടുക. ഒന്നെങ്കിൽ
കിച്ചുവിനെ ഒരു ഇതിലിടും, കിങ്ങിണീനെയും അമ്മൂനെയും ഒരുമിച്ച് ഇവിടെ ഇടും. അതല്ലാന്നുണ്ടെങ്കിൽ കിച്ചുവിനെ അവിടെ ഇടും, അമ്മൂനെ ഇവിടെ ഇടും, പിന്നെ കിങ്ങിണീനെ ചിലപ്പോൾ ആ കൂട്ടിലേക്ക് ഇടും. അതൊന്നും നമ്മൾ തീരുമാനിച്ചിട്ടില്ല. എന്തായാലും കുറച്ച് നാൾ കഴിയുമ്പോൾ ഇവരെന്തായാലും സ്പ്ലിറ്റ് ചെയ്യിപ്പിക്കും. അതുവരെ ഒന്നിച്ചറിയാം. ഇവർ തമ്മിൽ കണ്ട അടിയാണ്. ഞാൻ കാണിച്ചു തരട്ടെ. കിച്ചു രാവിലെ തന്നെ ഉറക്കായി. കിച്ചു കിച്ചു എണീറ്റു. കിച്ചൂട്ടൻ വന്നേ. കിച്ചൂട്ടക്കം. അമ്മൂനെ അല്ല വിളിച്ചേ, അമ്മ വന്നു. കിച്ചു കിങ്ങിണി. കിച്ചു കമോൺ. കിച്ചു വന്നു. നല്ല വെച്ച. സിറ്റ് സിറ്റ് സിറ്റ്. യെസ്, നല്ല വെച്ച ആട്ടാ, നല്ല വെച്ച ആട്ടാ. ഇത് നമ്മുടെ കിച്ചു. ഓക്കെ, കിച്ചു പാവാണ്. ഇപ്പോൾ ഇവർ രണ്ടെണ്ണത്തിൽ ഏറ്റവും പാവം ഇവനാട്ടാ. വെച്ചടാ, എന്തിടാ കടിക്ക് കൈ നിൽക്കണം. നീ അവിടെ കിടന്നോ, അവിടെ കിടന്നോ, ഡൗൺ. നല്ല വെച്ച കിച്ചു വർക്കായി. പിന്നെ ഇവർക്ക് ബെൽറ്റ് ഇട്ടിട്ടുണ്ട്. ബെൽറ്റ് മീൻസ് ആ ചെറിയ വലിയ കട്ടിയുള്ളതൊന്നുമല്ല, ചെറുതായിട്ടുള്ളൊരു ക്ലിപ്പുള്ള ബെൽറ്റ് ഇട്ടിട്ടുണ്ട്. കിങ്ങിണിയുടെ ഊരി വെച്ചേക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസമേ അവൾ വെള്ളത്തിൻ്റെ അടുത്ത് പോയിട്ട് മൊത്തം ബെൽറ്റിലാക്കിയിട്ട് കഴുത്തിൽ വെള്ളം കട്ട പിടിച്ചേക്കായിരുന്നു. അപ്പോൾ അതാണ് അതെ കിങ്ങിണി പെണ്ണെ. പാല് വെച്ചോടി പെണ്ണേ, പാല് വെച്ചോടി പെണ്ണേ. അതെ കിച്ചു പാല് പിടിക്കാണ് പാവം. അപ്പോൾ ഇവർ ബ്രീഡ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ അമ്മൂസ് ലസാപ്സോയാണ്. പിന്നെ അമ്മുവിനെ കൊണ്ട് ക്രോസ് ചെയ്യിപ്പിച്ചത് ഷിറ്റ്സുവിൻ്റെ ഇതായിട്ടാണ്, മെയിലായിട്ടാണ്. അപ്പോൾ ഷിറ്റ്സു ലസാപ്സോ ക്രോസാണ്. പക്ഷേ എനിക്ക് തോന്നണത് നമ്മുടെ കിങ്ങിണി തനി ഷിറ്റ്സു ആണ്, പക്ഷേ കിച്ചു തനി ലസാപ്സോയും ആണ്. അങ്ങനെയാണെന്നാണ് കണ്ടവരൊക്കെ പറഞ്ഞതും. ഇവിടെ ആണെങ്കിലും അച്ഛനും അമ്മയൊക്കെ ആണെങ്കിലും കണ്ടിട്ട് പറഞ്ഞത് അങ്ങനെയാണെന്നാണ്. കിങ്ങിണി നല്ല ഇണക്കാണ്, എല്ലാവരായിട്ടും നല്ല ഇണക്കാണ്. ഇച്ചിരി കുറുമ്പത്തിയാണ്. പക്ഷേ കിച്ചു അങ്ങനെയല്ല, കിച്ചും ഇണക്കമൊക്കെ തന്നെ. പക്ഷേ കിച്ചു ഭയങ്കര സൈലൻ്റാണ്, ഭയങ്കര പാവാണ്. ആള് ഭയങ്കര പാവെന്ന് പറഞ്ഞാൽ ഭയങ്കര പാവാണ്. നമ്മൾ എടാന്ന് പറഞ്ഞെന്ന് വെച്ചെടുത്താൽ ആൾ പേടിക്കും. ആ ഒരു രീതിയിലാണ്. എന്തായാലും നല്ല രസം കേട്ടോ ഇവരൊക്കെ ഉള്ളത്. പിന്നെ അമ്മു ഇപ്പോൾ തൽക്കാലം രാത്രിയൊക്കെ അകത്ത് തന്നെ, വീടിൻ്റെ അകത്ത് തന്നെയാണ് ഇടുന്നത്. കാരണം കൂട്ടിലേക്ക് രാത്രി ഇടാറായിട്ടില്ല. അത് ഇതുങ്ങളെ ഒന്ന് ബേസിക് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കൊടുത്ത് ഒന്ന് സെറ്റാക്കിയിട്ട് നമ്മൾ കൂട്ടിലേക്ക് ഇടാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം പപ്പീസിന് എനിക്ക് തോന്നുന്നു ഒരു 1 month അല്ല, ഒരു 2 months അല്ലല്ലോ, അല്ലല്ലോ ശരിയാണ്, 2 മാസം അടുത്തായിട്ടുണ്ടെന്ന് തോന്നുന്നു പ്രായം. ഓക്കെ, 60 ദിവസം എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. 2 മാസം അടുത്തായിട്ടുണ്ട് പ്രായം. പിന്നെ നമ്മുടെ അമ്മു ഇപ്പോൾ ഈ വർഷം ഡിസംബർ ആകുമ്പോൾ അമ്മുവിന് 5 വയസ്സാവും. 4ാമത്തെ വയസ്സിലാണ് ഞങ്ങൾ കൊണ്ട് ക്രോസ് ചെയ്യിപ്പിച്ചത്. അതുവരെ ചെയ്യിപ്പിച്ചിട്ടൊന്നും ഉണ്ടായില്ല. കാരണം വേറൊന്നുമല്ല, ഞങ്ങളിവിടെ വീട്ടിൽ വളർത്താനാണ്. നമ്മൾ ഇങ്ങനെ ക്രോസ് ചെയ്യിപ്പിച്ച് പപ്പീസിനെ വിൽക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ അല്ല അമ്മൂനെയൊക്കെ വളർത്തിയ. നമ്മുടെ വീട്ടിലൊരാളെ പോലെ തന്നെയാണ്. പിന്നെ ഇത്രയും പ്രായമായിട്ട് നമ്മൾ ഒരു വട്ടം ക്രോസ് ചെയ്യിപ്പിക്കാൻ ഉണ്ടോ ഇല്ല, അല്ലെങ്കിൽ ക്രോസ് ചെയ്യിപ്പിച്ചില്ലല്ലോ എന്നുള്ളൊരു വിഷമം ഉള്ളതുകൊണ്ടാണ് അമ്മൂസിനെ ഒരു വട്ടം ചെയ്യിപ്പിച്ചത്. അപ്പോൾ എന്തായാലും ദൈവം സഹായിച്ച് 5 പപ്പീസ് ഉണ്ടായിരുന്നു. അതിലിപ്പോൾ 3 പപ്പീസ് പല വീടുകളിലായിട്ട് ഇപ്പോൾ നല്ല രീതിയിലുണ്ടാവും. ഒരാളെ ഈ ക്രോസ് ചെയ്യിപ്പിച്ചവരില്ല, അവർ തന്നെയാണ് കൊണ്ടുപോയതൊക്കെ. പിന്നെ ബാക്കി 2 ഞാൻ പറഞ്ഞല്ലോ, തൃശ്ശൂർ ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ പറയും, മാളടുത്തെന്തോ ഒരു സ്ഥലമാണ്. ഒരു ചേച്ചിയാണ് മേടിച്ചത്. അപ്പോൾ ആ ചേച്ചി വീട്ടിൽ വളർത്തണമെന്നൊക്കെ പറഞ്ഞാണ് മേടിച്ചുകൊണ്ട് പോയത്. വളർത്തായിരിക്കും എന്തായാലും. അത് നമ്മുടെ മണിക്കുട്ടിയും കുഞ്ഞൂട്ടിയായിരുന്നു. ഓക്കെ, അപ്പോൾ മണിക്കുട്ടിയും കുഞ്ഞൂട്ടിയൊക്കെ അവിടെ സന്തോഷത്തോടെ ഉണ്ടാവുമെന്ന് വിചാരിക്കണം. ഇവിടെ എന്തായാലും നമ്മൾ കിങ്ങിണിയും നമ്മുടെ ചെറുക്കനും ഉണ്ട്, കിച്ചും ഉണ്ട്, പിന്നെ നമ്മുടെ അമ്മൂസും ഉണ്ട്. അപ്പോൾ 3 പേരും നമ്മളിവിടെ വളർത്താണ്. പിന്നെ ഇവർക്ക് ഇപ്പോൾ ഇതൊന്നും എടുത്തിട്ടില്ല കേട്ടോ, വാക്സിൻ എടുത്തിട്ടില്ല. വൈകാതെ തന്നെ വാക്സിൻ എടുക്കാനായിട്ട് പോകണം, വാക്സിൻ എടുക്കണം. പിന്നെ ആളെ ചെറിയ ബേസിക് ട്രെയിനിങ്ങുകളൊക്കെ ഞാൻ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ വിചാരിക്കണം എന്താണെന്ന് വെച്ചാൽ ബേസിക് ട്രെയിനിങ്ങുകൾ എടുക്കണ വീഡിയോസ് നമ്മളെന്തായാലും ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, കാരണം സിറ്റ് കമാൻഡ്, അങ്ങനെ കുറച്ച് കമാൻഡുകളൊക്കെ നമ്മൾ പപ്പീസിനെ പഠിപ്പിച്ചു തുടങ്ങില്ല. അമ്മൂസിനെ ഞങ്ങൾ അങ്ങനെ സ്റ്റാർട്ടിങ്ങിലേ ചെയ്തിട്ടുണ്ടായില്ല. ഞങ്ങളെന്താ ചെയ്തായിരുന്നു വെച്ചാൽ സാധാ വർത്താനം പറയണ പോലെ അമ്മ ഇരിക്കി ചാട് അല്ലെങ്കിൽ കിടക്കുന്നതൊക്കെ പറഞ്ഞ് അങ്ങനെ തന്നെയാണ് ഞങ്ങൾ പഠിപ്പിച്ചെടുത്തത്. പക്ഷേ ഇവരങ്ങനെയല്ല, അത്യാവശ്യം ഒരു ബേസിക് കമാൻഡ് കാര്യങ്ങളും പിന്നെ ടോയ്ലറ്റിങ് കാര്യങ്ങളൊക്കെ ശരിയാക്കണം എന്നുണ്ട്. അപ്പോൾ എന്തായാലും അതൊക്കെ, അതായത് സിറ്റ് ഇതൊക്കെ പഠിപ്പിക്കുന്ന നമ്മളെന്തായാലും വീഡിയോ ചെയ്തിടും. ഓക്കെ, അപ്പോൾ
എന്താ പറയുക, നല്ല പപ്പി അല്ലെങ്കിൽ ഒരു പെറ്റ് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോസൊക്കെ സപ്പോർട്ട് ചെയ്യുക. വേറെന്താ, നമ്മുടെ ചാനലിൻ്റെ പേര് തന്നെ ഇറ്റ്സ് മൈ സ്റ്റോറീസ് എന്ന് പറഞ്ഞാൽ, അതായത് എൻ്റെ കഥകൾ. അപ്പോൾ എൻ്റെ കഥകൾ എന്ന് പറയുമ്പോൾ ഇവരൊക്കെ തന്നെയാണ് എൻ്റെ കഥകൾ. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ ചെയ്തിടും. അപ്പോൾ അങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവർ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിൽക്കുക, അല്ലാത്തവരൊക്കെ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോവാം. ഓക്കെ, എന്നും പറഞ്ഞാൽ എല്ലാവരും അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകാനല്ല, ഇങ്ങനത്തെ വീഡിയോസൊന്നും ഇഷ്ടമല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ പൊക്കോ. കാരണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിരുന്നിട്ട് കാര്യമില്ല. എന്നാൽ ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമുള്ള ആളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണമെന്ന് നോട്ടിഫിക്കേഷനൊക്കെ ഓണാക്കി ഇടുക. അപ്പോൾ എന്താണ്, അപ്പോൾ അവരെ ലാസ്റ്റ് ഒന്നുകൂടി ഒന്ന് കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് എന്തായാലും വീഡിയോ എടുത്താം കേട്ടോ. കിച്ചൂട്ട് വർക്കായിട്ടാ. അതാ കണ്ടാ, അവൾ കുറുമ്പി വന്നേക്കണ്ടാ. ഇങ്ങനെ അവിടെ ഇരുന്നേടി, കിടന്നേ 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 കിടന്നേ. കിച്ചു അവിടെ കിടക്കാം, നീ കിടന്നേ. നല്ല വച്ചാട്ടാ, നല്ല വച്ചാട്ടാ. അപ്പോൾ കിങ്ങിണി ഉറക്കായി ഗൈസ്. ഉറക്കമൊന്നുമല്ല, രണ്ടുപേരും ഇപ്പോൾ അടുത്തടുത്ത് മുട്ടി കിടക്കും. കുറച്ച് നേരം കഴിയുമ്പോൾ ഇവിടെ കിടന്ന് അടിയായിരിക്കും. പിന്നെ അമ്മൂസിന് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല കേട്ടോ. അമ്മൂസ് പഴയ പോലെ തന്നെ ആളൊതുങ്ങി വലിയ പ്രശ്നമൊന്നും ഇല്ലാണ്ട് കിടക്കുന്നുണ്ട്. അമ്മൂൻ്റെ രോമൊക്കെ ഒന്ന് കുറച്ച് വെട്ടിക്കളയാണ്ട്. കാരണം ആ ഒരു പ്രസവിച്ച ടൈമിലൊക്കെ എന്ന് വെച്ചാൽ ഈരാനൊന്നും നമ്മൾ സമ്മതിക്കില്ലായിരുന്നു. കാരണം വയറ് ഓൾറെഡി വലുതായിരിക്കണ കാരണം ഞങ്ങൾക്ക് പേടിയായിരുന്നു ഈരാനും എന്തെങ്കിലും കാര്യത്തിനൊക്കെ. അപ്പോൾ ഇപ്പോൾ അവൾ ഓക്കെ ആയിട്ടുണ്ട്. അവളുടെ കുറച്ച് ജടയൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട്, കട്ടയൊക്കെ പിടിച്ചെടുക്കുന്നുണ്ട്. അതൊക്കെ നമുക്കിനി വെട്ടിക്കളയണം. അതെന്തായാലും നമുക്ക് അധികം വൈകാതെ തന്നെ ചെയ്യണം. പിന്നെ അമ്മുവിൻ്റെ നോട്ടം കണ്ട. അമ്മ ഒന്നും പഴയ പോലെ തന്നെയാണ്. നമുക്ക് എല്ലാം ദൈവം സഹായിച്ച് വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അമ്മൂനെയാണെങ്കിൽ ഞങ്ങൾ ബെൽറ്റൊന്നും ഇട്ടിട്ടൊന്നുമല്ല വളർത്തിയേക്കണം. പക്ഷേ ഇവരെ നമ്മൾ ബെൽറ്റ് ഇട്ട് വളർത്തേ. വിരുത്തി കാണിക്കണേക്ക് വടി കൈ കടിക്കടി ഡി, ഇങ്ങനെ കൈ കടിച്ച് പറക്കടി. പിന്നെ അവിടെ ഇരുന്നേ, നീ അവിടെ ഇരുന്നേ. എന്താ അവിടെ കിടന്നേ. കിച്ചു നല്ല വച്ചാ. കിച്ചുവിന് എന്താ അനുസരണയാന്ന് നോക്കിയേ, ഇങ്ങനെ കിച്ചുവിനെ പോലെ ഇരുന്നേ. ഓക്കെ, അപ്പോൾ ഞാൻ ടൈം കളയണില്ല ഗൈസ്. എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം. അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും ബൈ ഗൈസ്.